ഷുഗർ ഉള്ളവർ മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണോ? അങ്ങനെയല്ല. ഷുഗർ ഉള്ളവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഷുഗർ ഉള്ളവർ എന്തായാലും ഭക്ഷണ നിയന്ത്രണം ഉറപ്പായിട്ടും കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഷുഗർ നിയന്ത്രിക്കാനായിട്ട് ഭക്ഷണ നിയന്ത്രണം അത്യാവശ്യം. നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് നേരെ നമ്മുടെ ബ്ലഡിലേക്ക് പോയിട്ട് അതിലുള്ള ലെവല് കൂടി നിൽക്കും തോറും ഇത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ഇതിന് അത്യാവശ്യമാണ്. അതിന് ഷുഗർ രണ്ടാമത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ദിനേന ഒരു 30-40 മിനിറ്റൊക്കെ നടക്കുകയെങ്കിലും ചെയ്യണം. വെയിറ്റ് ലിഫ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലാത്തവർ നടക്കുകയെങ്കിലും ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ കൊണ്ടിട്ട് ക്രോണിക് ആയിട്ട് ഇല്ലെങ്കിൽ ലോങ് ടൈമിൽ വരുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷുഗർ കൂടിയിട്ട് ചിലരുടെയൊക്കെ കാല് കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് പോലുള്ള കാര്യങ്ങൾ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാലിലുള്ള ചെറിയ മുറിവുകളോ ചൊറിച്ചിലുകൾ വന്നിട്ട് മാന്തിപ്പൊട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കാലിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ഹീൽ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ സാധാരണ രോഗിക്കുള്ള പോലെയല്ല ഇത് ചിലപ്പോൾ ഹീൽ ചെയ്യാണ്ടിരിക്കാം. പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് ഷുഗർ നീണ്ടു നിൽക്കുന്ന ആളുകൾ ഇവൻ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് കണ്ണിൻ്റെ നമ്മുടെ കാഴ്ചയെ ബാധിക്കുകയും റെറ്റിനയിൽ അത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ റെഗുലർലി എല്ലാ വർഷവും ഇത് ചെക്ക് ചെയ്യണം, കണ്ണ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നീനെ ബാധിക്കും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു 3 മാസമോ 2 മാസമോ കൂടുമ്പോഴത്തേക്ക് നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. HbA1c നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ എല്ലാവരും ചിലരൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട്സ് കൊണ്ടുവരുമ്പോൾ കാലങ്ങളായിട്ട് അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PBBSും മാത്രം നോക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. നിങ്ങൾ ഏത് മരുന്ന് ചെയ്യുകയാണെങ്കിലും HbA1c 3 മാസം കൂടുമ്പോൾ നോക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതങ്ങനെ നോക്കുകയും വേണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. ചുമ്മാ മരുന്ന് മാത്രം കഴിച്ചിട്ട് ഞാൻ മരുന്ന് കഴിക്കേണ്ടത് കരുതിയിട്ടിരിക്കരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ നോക്കിയപ്പോൾ HbA1c നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം.